ഭാവിയിൽ വരവൂരിൽ വിപ്ലവകരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ താങ്കൾക്ക് കഴിയുമെന്നാണ് പ്രതിപക്ഷത്തിൽ നിന്ന് വന്നിട്ടുള്ള ചില ആരോപണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കുറെ വീടുകളൊക്കെ വെച്ചു തുടങ്ങി. പക്ഷെ ഇപ്പോഴും വരവൂർ പഞ്ചായത്തിൽ വീടുകളില്ലാത്ത അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെയൊന്നും കണ്ടെത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വികസന ഫണ്ട് പഞ്ചായത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നില്ല എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. എങ്ങനെയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഭരണസമിതിയിൽ ഏറ്റവും കൂടുതൽ വിവാദം വന്നത് മാലിന്യ പ്ലാന്റിനെ കുറിച്ചാണ്? ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഫണ്ടുകൾ അനുവദിക്കുകയുണ്ടായിട്ടുണ്ടോ? കൊട്ടാരക്കുളത്തിലും ഇതുപോലെ ഒരു വികസനമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇതുണ്ട്. കൊട്ടാരക്കുളത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള വിവാദം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്താണ് കൊട്ടാരക്കുളത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്? 8 ലക്ഷം രൂപയുടെ ഈ പ്രൊജക്റ്റാണല്ലോ കൊട്ടാരക്കുളത്തിന് വെച്ചേക്കുന്നത്. 8 ലക്ഷവും പിന്നീട് 3 ലക്ഷവും 11 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് വെച്ചേക്കുന്നത്. ഈ 11 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റിനുള്ള ഒരു വർക്ക് അവിടെ നടന്നിട്ടില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നേരത്തെ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക സംസ്ഥാനം ചില സാമ്പത്തിക കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാം വിഹിതം സംസ്ഥാന അർഹതപ്പെട്ട വിഹിതം എല്ലാം ഫണ്ടുകളെല്ലാം വരാത്തൊരു സാഹചര്യം വന്നതിന്റെ ഭാഗമായി 20 സെന്റ് സ്ഥലം നമ്മൾ പഞ്ചായത്തിന് എന്റെ അനുജൻ കൊടുത്തിട്ടുണ്ട്. സോ കേന്ദ്രത്തിന്റെ ഫണ്ട് വേണ്ട വിധത്തിൽ ഇപ്പോഴും വരവൂർ പഞ്ചായത്ത് വിനിയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ എന്ത് വികസനമാണ്, 8 ലക്ഷം കൊണ്ട് ഇവർ എന്ത് പ്രവർത്തനമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? പഞ്ചായത്തിന് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് വരവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടനവധി പ്രത്യേകതകളുള്ള സ്കൂളാണ്.